സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ക്യാമ്പയിൻ. കേരള ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല എന്നത്. ക്യാമ്പയിൻ്റെ പേര് ലഹരിയോട് സന്ധിയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായി 2025 സർക്കാർ ആരംഭിച്ച ദൗത്യം. നിർണായക ധാതു മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 2025 സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, NCMM. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ജപ്പാനാണ്. ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ്. ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻഡൻ. അപ്പം ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും നോബൽ സമ്മാനം ലഭിച്ചത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം ആഗോളമായി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. ആഗോളമായി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ ആര്? 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് 6 മെഡലുകളാണ്. 1 വെള്ളിയും 5 വെങ്കലവും. 6 മെഡലുകൾ, 1 വെള്ളി, 5 വെങ്കലം. ഇന്ത്യയിലെ ആദ്യത്തെ 6G ലാബ് ആരംഭിച്ചത് എവിടെ? 6G ലാബ് ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ബംഗളൂരു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി കാനഡ, മെക്സിക്കോ, USA എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2024 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. കാനഡ, മെക്സിക്കോ, USA. ഈ 3 സ്ഥലങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരുകൾ ഓർത്തു വയ്ക്കുക. ക്വസ്റ്റ്യൻസ് ഓപ്ഷനിൽ ചേഞ്ച് ചെയ്തിട്ട് ചോദിക്കും. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അല്ലാത്ത രാജ്യം ഏത് എന്നൊക്കെ ചോദിക്കാം. ഈ രാജ്യങ്ങൾ ഓർത്തു വയ്ക്കുക. കാനഡ, മെക്സിക്കോ, USA. 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ. 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ മോഹൻ ബഗാൻ SG ആണ്. മോഹൻ ബഗാൻ SG. 2025 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്
നടക്കുന്നത്. 2025 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ബ്രസീലില് ബെലേമിലാണ്. ബ്രസീലില് ബെലേം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷണ നൽകി ആദരിച്ച രാജ്യം. മിത്രഭൂഷണ നൽകി ആദരിച്ചത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. പുതിയ പാമ്പൻ പാലം. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് എന്നാണ്? പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് 2025 ഏപ്രിൽ 21. 2025 ഏപ്രിൽ 21. ലോകത്തെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാനായിട്ട് ഒരുങ്ങുന്നത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശില് അമരാവതി. 2025 രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരത്തിന് അർഹനായത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അധിഷ്ഠിത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് ആരെയാണ്? തോമസ് ബാച്ച്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാച്ച്. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത്? കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത് MK സാനു ആണ്. MK സാനു. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന അമൃത ആശുപത്രിയുടെ ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. പദ്ധതിയുടെ പേര് സമാശ്വാസം പദ്ധതി. Google.org പിന്തുണയോടെ ബംഗളൂരു ആസ്ഥാനമായുള്ള എഡ്ടെക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ റോക്കറ്റ് ലേണിംഗ് ഇന്ത്യയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിച്ച വ്യക്തിഗത പഠനത്തിനായുള്ള AI ട്യൂട്ടർ ആണ് അപ്പു. AI ട്യൂട്ടറിന്റെ പേരാണ് അപ്പു. Google.org പിന്തുണയോടെ ബംഗളൂരു ആസ്ഥാനമായുള്ള എഡ്ടെക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ റോക്കറ്റ് ലേണിംഗ് ഇന്ത്യയിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് അവതരിപ്പിച്ച വ്യക്തിഗത പഠനത്തിനുള്ള AI ട്യൂട്ടറാണ് അപ്പു. ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച AI അടിസ്ഥാനമാക്കിയുള്ള ക്ലൗഡ് സൊല്യൂഷൻ വായു. ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച AI അടിസ്ഥാനമാക്കിയുള്ള ക്ലൗഡ് സൊല്യൂഷനാണ് വായു. ഭൂമിയുടെ ഫലഭൂയിഷ്ഠിത നഷ്ടപ്പെടുന്നതും ഭൂമിയുടെ നാശവും തടയുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ അടുത്തിടെ ആരംഭിച്ച സംരംഭമാണ് ബ്രിക്സ് ലാൻഡ് റീസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ് എന്നത്. ബ്രിക്സ് ലാൻഡ് റീസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം.
ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. ലോക വനിതാ ചെസ് ചാമ്പ്യനായത്. ലോക വനിതാ ചെസ് ചാമ്പ്യൻ ജു വെൻജൂൻ ആണ്. ചൈനീസ് താരം ജു വെൻജൂൻ. അടുത്തിടെ അന്തരിച്ച 2025 പത്മവിഭൂഷൺ ജേതാവും കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകിയുമായ വ്യക്തി കുമുദിനി ലാഘ്യയാണ്. കുമുദിനി ലാഘ്യ 2025 പത്മവിഭൂഷൺ ജേതാവ്, കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകി കുമുദിനി ലാഘ്യ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് ജപ്പാനിലാണ്. ജപ്പാനില് ഹസുഷിമ റെയിൽവേ സ്റ്റേഷനിൽ. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 1-ാം സ്ഥാനം EK നായനാർക്കാണ്. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ്. 3 മാസം. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ M യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് റാഫേൽ M യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നുമാണ്. ഫ്രാൻസ്. മേഘാലയയിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച പട്ട് ഇനം. മേഘാലയയിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച പട്ട് ഇനമാണ് റിൻഡിയ സിൽക്ക്. റിൻഡിയ സിൽക്ക്. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ChatGPT ആണ്. ChatGPT. ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചത് KV പ്രസാദ് ആണ്. KV പ്രസാദ്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്നൊരുക്കിയ പദ്ധതി സഹയാത്രിക. പദ്ധതിയുടെ പേര് സഹയാത്രിക. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതി ജൻ ഗൽസ. പദ്ധതിയുടെ പേര് ജൻ ഗൽസ. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായിട്ട് സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻ ഗൽസ എന്നത്. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. സ്ത്രീ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ഡോക്ടർ ഹരിണി അമരസൂര്യയാണ്. ഡോക്ടർ ഹരിണി അമരസൂര്യ. കടമ്മനിട്ട ഫൗണ്ടേഷന്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കടമ്മനിട്ട ഫൗണ്ടേഷന്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്കാണ്. ഡോക്ടർ M ലീലാവതി. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ എന്നത്. സുവിൻ. 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി സമ്മാനം നേടിയത്. ഗോൾഡ് മെർക്കുറി ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. ടെൻസിൻ ഗ്യാറ്റ്സോ. 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി സമ്മാനം നേടിയതാണ് ടെൻസിൻ ഗ്യാറ്റ്സോ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായിട്ട് ചുമതലയേറ്റത്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായിട്ട് ചുമതലയേറ്റത് ഷേർലി ബാച്ച്വേ ആണ്. ഷേർലി ബാച്ച്വേ.
കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ വ്യക്തി. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക് 2025 എന്നാണ്. നീരജ് ചോപ്ര ക്ലാസിക് 2025. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ATM സ്ഥാപിച്ച ട്രെയിൻ മുംബൈ മൻമഡ് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത്. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ആണ് ഉദയ്പൂറും ഇൻഡോറും. രാജസ്ഥാനിലെ ഉദയ്പൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ എന്നീ നഗരങ്ങളാണ് റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ. 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.